ഇപ്പോൾ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടി അവസാനിക്കാൻ പോകുന്നില്ല. വലതുപക്ഷം കുതിച്ചാൽ, അവർ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, തോക്കെന്ന് കൽപ്പിച്ചാൽ ചരിത്രം അവസാനിക്കില്ല. ചരിത്രം മുന്നോട്ട് പോകും. മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്ത് പോകും, ഇന്ത്യയിൽ പോകും, കേരളത്തിലും പോകും. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തെ ചരിത്രത്തിൻ്റെ അവസാനമായിട്ടല്ല, കാലത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് കാണുകയാണ് ഞങ്ങൾ. ജനങ്ങൾ തന്ന ഒരു മുന്നറിയിപ്പായി ഞങ്ങളതിനെ കാണുന്നു. ആ മുന്നറിയിപ്പിനെ അതിൻ്റെ എല്ലാ ആദരവോടും കൂടി കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മടിയില്ല. കാരണം CPIക്ക് അറിയാം, എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാതൽ. ആ ജനങ്ങൾ വിധി പറഞ്ഞാൽ ഞങ്ങൾ ആ വിധിയെഴുത്തിനെ തലതാഴ്ത്തി പിടിച്ച് അംഗീകരിക്കും. ഞങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായി എന്ന്. അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായി ഞങ്ങൾ ശ്രമിക്കും. കണ്ടുപിടിച്ചാൽ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. തെറ്റുകൾ തിരുത്തൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗുണമാണ്. ആർജവം കമ്മ്യൂണിസ്റ്റുകാർക്കേ ഉള്ളൂ. വലതുപക്ഷം ഒരിക്കലും ആർജവം കാണിച്ചിട്ടില്ല. വീണാൽ അവർ പറയും അത് വീഴ്ചയല്ല, വിദ്യയാണെന്ന്. ഞങ്ങൾ പറയും വീണാൽ അത് വീഴ്ചയാണെന്ന് പറയും. എന്തുകൊണ്ട് വീഴ്ച സംഭവിച്ചെന്ന് ചോദിക്കും ഞങ്ങൾ ആ വീഴ്ചയെ തിരുത്തും. ആ വീഴ്ചയെ തിരുത്തിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ മുന്നേറും. ആ അർത്ഥത്തിൽ CPI ഉറപ്പിച്ചു പറയുന്നു, ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവശ്യമായ തിരുത്തൽ വരുത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആഴത്തിൽ കടന്നു ചെന്ന് വിശ്വാസത്തിനെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFിൻ്റെ മൂന്നാം ഊഴം ഉറപ്പാണ്. ആ മൂന്നാം ഊഴം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിൻ്റെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവർക്കും അറിയാം, ഇന്ത്യൻ ഗ്രാമങ്ങളെ പ്രതീക്ഷകളുടെ കേന്ദ്രമാക്കി മാറ്റിയ ഒന്നായിരുന്നു മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, MGNREG. ആ പദ്ധതി ഇന്നില്ല. മഹാത്മാഗാന്ധിയെ കൊന്ന ഘാതകന്മാരുടെ പാർട്ടിയായ RSSും BJPയും ആ പദ്ധതിയെ കൊന്നു കളഞ്ഞു. എന്നിട്ട് ഏതോ ഒരു DG റാംജി എന്നൊക്കെ പറയുന്ന സംഗതിയുമായി വന്നിരിക്കുകയാണ്. സത്യത്തിൽ ഗ്രാമീണ ജീവിതങ്ങൾക്ക് പുതിയ വെളിച്ചം കൊടുത്ത, പ്രതീക്ഷയേറിയ ഒരു മഹത് പദ്ധതിയെ BJP ഗവൺമെൻറ് തകർത്തിരിക്കുകയാണ്. അതിനെ ഗോഡ്സയ്ക്ക് വേണ്ടി കൊന്നു കുഴിച്ചുകൂടിയിരിക്കുകയാണ്. പുതിയ പദ്ധതിയിൽ 2 പ്രാവശ്യം കാണുന്ന G എന്ന വാക്ക്, അക്ഷരം, ആ G ഗോഡ്സയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് ഞങ്ങൾ ചോദിച്ചു. ഗാന്ധിജിയെ കൊന്നവർക്ക് പിന്നെ ഉയർത്തിക്കാണിക്കാനുള്ളത് ഗോഡ്സെ തന്നെയായിരിക്കും. ആ ഗോഡ്സയുടെ ആശയങ്ങളെയും താല്പര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന BJP ഗവൺമെൻറ് ഇത്രയൊരു പദ്ധതിയെ നിസ്സാരമായി കണ്ടുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ആ പദ്ധതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രക്ഷോഭങ്ങൾ വേണം. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും NREG തൊഴിലാളികളുടെ സംഘടനകളുമായി ചേർന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ആഴ്ചകളിൽ പഞ്ചായത്തുകളിലെ പോസ്റ്റ് ഓഫീസുകളോ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുമ്പിലോ ധർണകളും സമരങ്ങളും നടത്തും. മുദ്രാവാക്യം ഒന്നാണ്, ഈ പദ്ധതി